ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കണം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ കൂടി കയറി വരുമ്പോൾ പലതരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ്, പല ഡ്രീംസ്, പല കാര്യങ്ങൾ ചിലത് ഓവർ ഹൈപ്പ് ചെയ്തും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇന്നത്തെ സാഹചര്യത്തിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻടേക്കിൽ വരുന്ന സ്റ്റുഡൻസിൻ്റെ ആൾക്കാരുടെ എണ്ണം കുറയുന്നില്ല, കൂടുന്നേ ഉള്ളൂ. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ അവസരങ്ങളോ അതിനനുസരിച്ചുള്ളൊരു ലൈഫ് സ്റ്റൈലും വരുന്നൊരു സ്റ്റുഡൻറ്റിന് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു വലിയ ചോദ്യം ഓരോ ഇൻടേക്കിലും നല്ല രീതിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഞാൻ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒരു ഒക്കെ സെറ്റ് പൊളി എന്ന രീതിയിലുള്ള വീഡിയോസാണ് കാണുന്നത്. അതിനെക്കുറിച്ച് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണേ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി നെഗറ്റീവൊക്കെ അടിക്കാം, ആവശ്യമുള്ള കാര്യമല്ല. കാരണം എനിക്കാരും പ്രതിപ്പെടുത്താനൊന്നുമില്ല വീഡിയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ മുന്നത്തെ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മിനിമം എക്സ്പെക്റ്റേഷൻസിൽ വരാം. ഇപ്പോൾ എനിക്ക് റീസെൻ്റായിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പാർട്ട് ടൈം ജോലി കിട്ടി, ലോൺ അടച്ച് തീർത്ത്, മന്ത്ലി എക്സ്പെൻസ് പ്ലസ് നല്ല അടിപൊളി ലൈഫ് കാര്യങ്ങളൊക്കെ പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന കാര്യമാണ്. അത് പോസിബിളാണോ? അത് പോസിബിൾ അല്ലായൊന്നുമില്ല. പക്ഷേ അതിന് കാലതാമസം എടുക്കും എന്നുള്ള ആ ഒരു ഫേസ് പലർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വരുമ്പോൾ തന്നെ ഒരാൾക്കും ഇങ്ങനെ കസേരമിരുന്ന് ശമ്പളം മേടിക്കാൻ പറ്റുന്ന ഒരു ജോലി എവിടെ എടുത്തു വെച്ചുള്ള പട്ടിപ്പണി എടുക്കേണ്ടി വരും. അത് പലർക്കും ഇവിടെ ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോഴും എല്ലാവരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു തോട്ട് പ്രോസസ് പറയുന്നത്, ഓക്കെ എനിക്ക് ഇത്രയും കാലിബറുണ്ട്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങളെ ഹയർ ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് അതറിയാൻ പാടില്ല. അതുമല്ല, അത്രയും സ്റ്റുഡൻസും അത്രയും ആൾക്കാരും ഈ പറയുന്ന എംപ്ലോയീസും അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് ആരും നിങ്ങളുടെ അത്രയും മൈന്യൂട്ട് കഴിവും കാര്യങ്ങളും ഒന്നും തപ്പി പിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ പരമാവധി എക്സ്പെക്റ്റേഷൻസ് കുറച്ച് കയറി വരാൻ നോക്കുക. ഈ പറയുന്ന ലോൺ അടയ്ക്കുന്ന കാര്യം നാട്ടിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാതിരിക്കുക. അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളോട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. കാരണം എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടോയെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ വരും. പക്ഷേ വീട്ടുകാർ ഓക്കെ ആയതിൻ്റെ പേരിലും അപ്പനും നല്ല സ്ട്രോങ് ആയതിൻ്റെ പേരിലും അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷേ നിങ്ങൾ പരമാവധി ലോണിൻ്റെ കാര്യം ഒന്നും ഇവിടെ വരുമ്പോൾ തന്നെ അടച്ച് തീർക്കാൻ പറ്റുമെന്നുള്ള ഒരു ടെൻഷൻ തലയിൽ കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തിൽ ജോലിയും ചെയ്യാൻ പറ്റില്ല, ക്ലാസ്സിലും പോകാൻ പറ്റില്ല, എനിക്ക് പഠിക്കാനും പറ്റില്ല, പഠിച്ചില്ല പരീക്ഷയും പൊട്ടും. പിന്നെ നിങ്ങളിവിടെ വന്ന് ഇതിന് അർത്ഥമില്ലാണ്ടാവും. ഇവിടെ പലരും ആർക്കും വേണ്ടാത്ത ഏതെങ്കിലും കോഴ്സ് എടുത്ത് കയറി വരുന്നവരുണ്ട്. അവർ പിന്നെ ഈ ജോലി കാര്യങ്ങൾ എങ്ങനെയും എന്തെങ്കിലും തടിതപ്പം എന്ന പ്ലാനാണ്. അതിൽ വലിയ കഥയൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് നല്ല ഫോക്കസ്ഡ് ആയിട്ട് വരുന്നവരുടെ കാര്യമാണ്. നിങ്ങൾ പരമാവധി ലോണിൻ്റെ കാര്യം ഇച്ചിരി നിങ്ങൾ നീക്കി വയ്ക്കുക. നിങ്ങൾ എന്താണോ പഠിക്കാൻ വന്നത് അതിൽ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ പാർട്ട് ടൈം ജോലി എന്തായാലും നിങ്ങൾക്ക് വരുമ്പോൾ വൈകിയാണെങ്കിലും കിട്ടും. പക്ഷെ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു 5 സ്റ്റാർ ലെവൽ ലൈഫ് സ്റ്റൈൽ വേണമെന്നൊന്നും പറഞ്ഞ് ഡിമാൻഡ് ചെയ്യരുത്, അല്ലെങ്കിൽ അതിന് വേണ്ടി ജീവിക്കരുത്. ജോലി കിട്ടുമ്പോൾ തന്നെ അത്രയും നിങ്ങൾ നിങ്ങളുടെ മന്ത്ലി പ്ലാൻ സെറ്റ് ചെയ്യണം. കാരണം ഒരു മാസം ഇത്ര എമൗണ്ട് കിട്ടിയെന്ന് പറയുന്നത് അടുത്ത മാസം ഇത്ര എമൗണ്ട് കിട്ടണമെന്നില്ല. കാരണം ഇവിടെ ഒരു സ്റ്റുഡൻറ്റിനല്ല, എല്ലാ സ്റ്റുഡൻസിനും അവർലി ബേസിസിലാണ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള സ്റ്റുഡിയോ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തോ ഒരു നല്ല ഭാഗ്യത്തിന് കിട്ടിയതാണ്. അതിൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് 5-6 മാസമായി. പക്ഷേ ആ സ്റ്റുഡിയോ ഉള്ളതിൻ്റെ പേരിലാണ് എൻ്റെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നത്. ഞാൻ അതിന് മുന്നേ മെക്ഡിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്, പലയിടത്തും ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോസുകൾ എടുത്ത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ അവസ്ഥ എങ്ങനെയാണ്. എൻ്റെ കയ്യുമ്പോൾ വരെ ചില നല്ല മക്കൾ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ എഫക്റ്റ്, പൊള്ളിച്ചളഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ പരമാവധി നിങ്ങളുടെ പഠിത്തത്തിനെ ഫോക്കസ് ചെയ്ത് അതിന് ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം സ്ട്രെസ്സ് ചെയ്ത് ആലോചിച്ച് നല്ല രീതിയിൽ ഗ്രൗണ്ട് സ്റ്റഡീസ് നടത്തി വരാൻ നോക്കാം. പിന്നെ ഇന്ന് പോളണ്ടിൽ പല സ്റ്റേറ്റുകളിലും, ഇപ്പോൾ വാർസോ റോസ്ലോ ഒന്നുമല്ല, കാരണം എൻ്റെ സ്ഥലത്ത് പാർട്ട് ടൈം ജോലി ആവശ്യം തെറ്റില്ലാണ്ട് നല്ല രീതിയിൽ തപ്പിയാൽ കിട്ടും. അത് എവിടെയായാലും പോളണ്ടിൽ കിട്ടും. ഇപ്പോൾ വാർസോയിലാണെങ്കിലും അങ്ങനെ തന്നെ, മെയിൻ സിറ്റിയാണ്. നല്ല രീതിയിൽ മെനക്കെട്ട് നല്ല വെടിപ്പായിട്ട് ഒരു ഇഞ്ച് പോലും വിടാതെ തപ്പിയാൽ ജോലി കിട്ടും. റോസ്ലോയിലായാലും വേറെ കുറച്ച് സ്റ്റേറ്റുകളിലായാലും. ഇത് കിട്ടാത്ത കുറച്ച് സ്റ്റേറ്റുകളുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം പലർക്കും അത് വിഷമമാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടായില്ല. വെക്കേഷൻ്റെ സമയത്താണ് ജോലി കിട്ടുക. അപ്പോൾ നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യുക. അതിനിടയ്ക്ക് ജോലി കിട്ടാനുള്ള എന്ന് പറഞ്ഞ് ഡിസപ്പോയിൻറ്റഡ് ആവാതിരിക്കുക. വെക്കേഷനിൽ കിട്ടുന്നത് ഒരു മാസത്തിൽ അടിച്ച് പൊളിക്കാതെ വെക്കേഷനിൽ കിട്ടുന്ന മൊത്തം എമൗണ്ട് ഇത്രയാണെന്ന് പ്ലാൻ ചെയ്ത് ഒരു 6-7 മാസത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇനി നമുക്ക് ആദ്യം പറഞ്ഞ മെസ്സേജിൻ്റെ കാര്യമില്ല, അതിനകത്തേക്ക് തന്നെ വരാം. സ്റ്റുഡൻറ്റ് വരുന്നു, പഠിച്ചു തീരുന്നു, അതിന് ബേസ് ചെയ്തൊരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു പേയ്മെൻറ്റും നല്ലൊരു കാര്യങ്ങളും എന്തായാലും സെറ്റാവും. ജോലി കിട്ടിയാൽ എന്തായാലും സെറ്റാവും. അതുവരെയുള്ള ടൈം പീരീഡ് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സമയത്ത് ഈ സാഹചര്യത്തിൽ യൂറോപ്പിൽ ചില രാജ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം, ബാക്കി രാജ്യങ്ങളൊക്കെ ഇത് തന്നെയാണ് കണക്ക്. കഷ്ടപ്പെടേണ്ടി വരും, നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും. ഇപ്പോൾ എനിക്കാണെങ്കിലും നല്ല കഷ്ടപ്പാടുണ്ട്. സ്റ്റുഡിയോ ഉള്ളതിൻ്റെ പേരിലാണ് അല്ലല്ലാണ്ട് പോകണേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് അതിനോട് ഒരു സ്ഥിരം നമ്മളെല്ലാവരും വീഡിയോയിലും പറയുന്നൊരു കാര്യം, ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ തന്നെ പൊരുതേണ്ടി വരുന്നതായിരിക്കും.
അവൻ്റെ ഫുഡ് ഉണ്ടാക്കൽ തുടങ്ങി, ഷോപ്പിംഗ് തുടങ്ങി, അവൻ്റെ പിന്നെ ഇതിലുള്ള അലക്കൽ തുടങ്ങി, പഠിക്കൽ തുടങ്ങി, അസൈൻമെൻറ്റ് ചെയ്യൽ തുടങ്ങി, ജോലി ചെയ്യൽ തുടങ്ങി, എല്ലാം. അപ്പോൾ അതൊക്കെ മനസ്സിൽ വയ്ക്കുക, എക്സ്പെക്റ്റേഷൻസ് കൂട്ടാതിരിക്കുക. അതാണ് അതിൻ്റെ കഥ. അപ്പോൾ ശരി, ബൈ.